ಅಲ್ಲಿ ದಲಿತ ಮನುಷ್ಯನಿಗೆ ಅದಕ್ಕೆ ಬೇಕ್ರಿ ಈ RSS ತಗೊಂಡು ದಲಿತ ಮನುಷ್ಯನಿಗೆ ಅದಕ್ಕೆ ಬೇಕು ನನ್ನ ಪ್ರಶ್ನೆ ಅಪ್ಪ ಸೋಮ ಆರಾಮಾಗಿ ಹೋಮ್ ಮಿನಿಸ್ಟರ್ ಮಾಡ ಅವರ See, the Dalits in BJP are subservient to the RSS. It is very clear, the language, the way he says, Dalits should not question RSS. Why? Dalits are not part of the society. Dalits are not part of the constitution. And who is anybody to tell me what to question or not to question? ഒരു ദളിതനായ ഒരാള് RSSനെ ചോദ്യം ചെയ്താൽ എന്താണ് പ്രശ്നം? ദളിതർ എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളല്ലേ? അപ്പൊ ഈ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറിച്ച് ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ സംശയം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ആ സംഘടനയോട് അതിന്റെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞാൽ നീ ദളിതനാണോ, നീ ഒന്നും ചോദിക്കാനായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അവർ ഈ സൊസൈറ്റിയുടെ ഭാഗമല്ലേ? നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളല്ലേ ദളിതന്മാര്. അതെന്തോ RSSനെ ദളിതന്മാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റരുത്? ഈ രാജ്യത്തുള്ള ഓരോ പൗരനും അവകാശമുണ്ട് ഈ രാജ്യത്തുള്ള ഏത് സംഘടനയും ചോദ്യം ചെയ്യാൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ആശയത്തിന്റെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട്. ഈ ഏറ്റുമുട്ടലുകൾ എല്ലാ സീമകളും ലംഘിച്ച് പല സമയത്തും വ്യക്തിപരമായിട്ടും എന്തിന് ജാതീയമായിട്ടുള്ള താഴ്ത്തിക്കെട്ടലുകൾക്ക് വരെ അവസരം ഉണ്ടാക്കാറുണ്ട്. അത്തരം അവസരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിൽ ചില ജാതീയപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം തീർക്കലിന്റെയും അധിക്ഷേപത്തിന്റെയും പുതിയ വാക്കുകളാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കർണാടകയുടെ ഹോം മിനിസ്റ്ററായ പ്രിയങ്ക് ഖാർഗെയും BJP MP കൂടിയായ രമേശ് ജിഗിജിനാനിയും തമ്മിലുള്ള വാക്കേറ്റം ഇത്തരത്തിലൊന്നായി ഇതിനോടകം തന്നെ മാറിയിരിക്കുകയാണ്. ഇതിന്റെ തുടക്കം താരങ്ങള് RSSന്റെ കർണാടകയിലെ പ്രവർത്തന രീതിയും ഫണ്ടിങ്ങും എത്തരത്തിലാണ് എന്നുള്ള ചോദ്യം പ്രിയങ്ക് ഖാർഗെ ഉന്നയിച്ചു. മാത്രമല്ല RSSന്റെ സംഘടന ഔദ്യോഗികമായിട്ട് കർണാടകയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും സംഘടനയുടെ ഫണ്ടിങ്, നേതൃത്വ ഘടന, സാമ്പത്തിക ഇടപാടുകൾ ഇവയൊക്കെ സുതാര്യമാക്കാനാണ് ഇത്തരം നടപടി അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ച് RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായ മോഹൻ ഭാഗവതിന് അദ്ദേഹം കത്തയച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കർണാടകയിൽ നിന്നുള്ള BJP MP രമേശ് ജിഗിജിനാഗി, ക്ഷമിക്കണം, ആ പേര് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല, ഉച്ചരിക്കാൻ ലേശം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്തായാലും അദ്ദേഹം ಈ ಅವಸರത്തിലാണ് ತೇಂಗ ಪ್ರವೇಶನ ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് നമുക്ക് ಆದ್ರೂ ನೋಡೋಣ. ಅವನಿಗೆ ತಲೆ ಇಲ್ಲ, ಗೃಹ ಸಚಿವ ಏನು ಕೇಳಬೇಕು, ಏನು ಇದು ಅವನ ಕೆಲಸನಾ ಕೇಳೋದು? ಸಾರ್ವಜನಿಕರಿಗೆ ಕೇಳ್ರಿ ಹೇಳ್ತಾರೆ, ಇವಂದೇನು ಕೆಲಸ? RSSನಾಗ ನೋಡ್ರಿ, RSS ತಂಟೆಗೆ ಯಾರು ಬಂದವರು ಉಳಿದಿಲ್ಲ, ಸುಮ್ಮನೆ RSS ತಂಟೆಗೆ ಹೋಗ್ತಾರೆ. ನಮಗೆ ಕೆಟ್ಟ ಅನ್ನಿಸ್ತದ. ಅಲ್ಲಿ ದಲಿತ ಮನುಷ್ಯನಿಗೆ ಅದಕ್ಕೆ ಬೇಕ್ರಿ ಈ RSS ತಗೊಂಡು ದಲಿತ ಮನುಷ್ಯನಿಗೆ ಅದಕ್ಕೆ ಬೇಕು ನನ್ನ ಪ್ರಶ್ನೆ ಅಪ್ಪ ಸೋಮ ಆರಾಮಾಗಿ ಹೋಮ್ ಮಿನಿಸ್ಟರ್ ಮಾಡ ಅವ್ರ ಒಂದು ಮಿನಿಟ್ ನಾ ಹೇಳ್ತಾನೆ ಕೇಳ್ರಿ. ಅವ್ರ ಅಪ್ಪ ಕಾಂಗ್ರೆಸ್ನಾಗ ದುಡ್ದದನ್ನ ಕಾರಣಕ್ಕೆ ಅವನಿಗೆ ವ್ಯವಸ್ಥೆ ಮಾಡ್ಯಾರ. ಚಂದಾಗಿ ಹೆಸರು ಗಳಿಸ್ಬೇಕಿಲ್ಲ, ಜನರು ಕೆಲಸ ಮಾಡಿ. ಈ RSS ಇಂದ ಗಂಟು ಬಿದ್ದ ಅಂದಾರ ಅವೇನು ಸರ್ವೈವ್ ಆಗುದಿಲ್ಲ. ನಮಸ್ಕಾರ, ನಡ್ರಿ. അതായത് അദ്ദേഹം ചോദിച്ചത് ഒരു ദളിതന് RSSന്റെ പ്രവർത്തന രീതിയിൽ എന്തിനാണ് ഇത്ര ആശങ്ക എന്നാണ്. അദ്ദേഹത്തിന്റെ ഈ ചോദ്യം വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ ചോദ്യം മാത്രമല്ലെന്നേ, ഇയാള് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താ പറയുക, RSSനെ വെല്ലുവിളിച്ചവരാരും തന്നെ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. അതായത് അദ്ദേഹം വളരെ ആൾട്ടർനേറ്റീവായിട്ട് ഭീഷണിപ്പെടുത്താണ്. RSSനെ വെല്ലുവിളിച്ചവരാരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. എന്തായിരിക്കാം അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചത്? ഒരു ദളിതന് എന്തിനാണ് RSSന്റെ കാര്യം നോക്കുന്നത് അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം. ഇതങ്ങനെ കേവലം വാക്കായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് ശക്തമായ ജാതി അധിക്ഷേപം തന്നെയാണ്. ജാതി അധിക്ഷേപം മാത്രമല്ല, പരോക്ഷമായിട്ട് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നതും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ കർണാടകയിലെ ഹോം മിനിസ്റ്റർ കൂടിയായ പ്രിയങ്ക് ഖാർഗെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കാണാം. See, the Dalits in BJP are subservient to the RSS. It is very clear, the language, the way he says, Dalits should not question RSS. Why? Dalits are not part of the society. Dalits are not part of the constitution. And who is anybody to tell me what to question or not to question? As an individual, I have my rights. And as the Home Minister of Karnataka, I am very careful in what I am saying. अगर आप इतना बड़ा संगठन मेरे राज्य में चला रहे हो तो आपको रजिस्ट्रेशन करना पड़ेगा, या तो आके बोलना पड़ेगा कि किस कानून के तहत आप ये सारे काम कर रहे हैं. Why is and I don't care about what Mr. Ramesh Jignani or anybody else has to say about it. I am duty bound, I am constitutionally bound. Whether I am a Dalit or anybody else, I have equal rights as much as Mr. Mohan Bhagwat has.
Well, sir, your letter has initiated a debate across the country. Now, the senior advocates like Mahesh Jethmalani, our own people, Arey, they are see, saying why that are advocates talking? Are they mouthpieces of RSS? Are they mouthpieces of RSS? I have asked a very clear question to an organization as a home minister. They better come and answer to me. You want to send them? Let them come. Designate them. No, what is this nonsense of writing editorials, writing on Twitter, giving your opinion there, here? Doesn't matter to me. I have written to an organization. Let the organization depute anybody. I'm not saying you depute X, Y, Z. You depute APC also have no problem. But आके ऑफिशियली क्या है उत्तर दीजिए. आपके लेटरहेड पे उत्तर दीजिए. लेटरहेड है उनके पास. योर ऑर्गेनाइजेशन हैज अ लेटरहेड, नो? रजिस्टर्ड है ना आपका? आपके ऑर्गेनाइजेशन से 10 गुना है वो. उनके पास लेटरहेड नहीं है. So let them come. Talk to us. Tell us. No, sir, this is how we are doing things. This is the constitutional provision in this. Please don't let loose your slaves to discuss with me. I'm not going to discuss this with any lawyer. I'm not going to discuss this with any BJP. I'm not going to answer anybody. They are answerable to me. അതായത് അദ്ദേഹം ചോദിക്കുന്നത് RSSൽ ദളിതർക്ക് എന്ത് സ്ഥാനം ഉള്ളത് എന്നാണ്. ഒരു പരിധി വരെ അതിൽ കാര്യമുണ്ട്. RSSൽ ദളിതർക്ക് ഒരു സ്ഥാനവുമില്ല എന്നാണ് RSS നേതാവിന്റെ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ദളിതനായ ഒരാള് RSSനെ ചോദ്യം ചെയ്താൽ എന്താണ് പ്രശ്നം? ദളിതർ എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളല്ലേ. അപ്പൊ ഈ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറിച്ച് ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ സംശയം ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ ആ സംഘടനയോട് അതിന്റെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞാൽ, നീ ഒരു ദളിതനാണോ, നീ ഒന്നും ചോദിക്കാനായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അവർ ഈ സൊസൈറ്റിയുടെ ഭാഗമല്ലേ. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളല്ലേ ദളിതന്മാര്. അതെന്തോ RSSനെ ദളിതന്മാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റരുത്? ഈ രാജ്യത്തുള്ള ഓരോ പൗരനും അവകാശമുണ്ട് ഈ രാജ്യത്തുള്ള ഏത് സംഘടനയും ചോദ്യം ചെയ്യാൻ. മാത്രമല്ല, ഈ പ്രിയങ്ക് ഖാർഗെ എന്ന ഹോം മിനിസ്റ്റർ ട്വിറ്ററിൽ പറഞ്ഞ കാര്യമുണ്ട്. അതാണ് ഭയങ്കര പിന്തുണയും കൈയടിക്കുന്ന ഒരു കാര്യം. അതായത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ രക്തം എന്ന് പറയുന്നത് ബാബാ സാഹിബ് അംബേദ്കറിന്റെ രക്തമാണ്. അംബേദ്കർ ഞങ്ങളെ പഠിപ്പിച്ചത് ചോദ്യം ചെയ്യാനാണ്, മിണ്ടാതിരിക്കാനല്ല. അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന തന്നെ പോലുള്ളവർക്ക് ഭയം എന്തെന്ന് അറിയുക പോലുമില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വളരെ കിടിലമായ ഒരു പ്രസ്താവന എക്സിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന വലിയ രീതിയിലുള്ള പിന്തുണയാണ് ദളിതർക്കിടയിൽ നിന്നും, പൊതുവെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന കർണാടകയിലെ ജനങ്ങൾക്കിടയിൽ നിന്നും അദ്ദേഹത്തിനുണ്ടായത് വലിയ രീതിയിലുള്ള പിന്തുണയാണ്. ഈ അവസരത്തിൽ കോൺഗ്രസ് നേതാവ് പമറ്റ് രേഖ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതാണോ, RSSനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിലൊക്കെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ജാതീയത പലപ്പോഴും അറിയാതെ പുറത്തു വരാറുണ്ട് എന്നാണ്. അത് ഒരു പരിധിവരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. RSS ആദ്യമായിട്ടല്ല ഇങ്ങനെ ദളിതർക്കെതിരെ പറയുന്നത്. ഇതിനു മുൻപും അവർ പറഞ്ഞിട്ടുണ്ട്, പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കേ, സംഘടന ഇവിടെ രജിസ്റ്റർ ചെയ്യണം, നിങ്ങളെ ഫണ്ടിങ്ങും നിങ്ങളെ നേതൃത്വവും ഇത്തരം കാര്യങ്ങളൊക്കെ സുതാര്യമാവണമെന്ന് ഒരു സ്റ്റേറ്റ് ആവശ്യപ്പെട്ടപ്പോഴേക്കും ഇവര് ജാതി കെടുത്തിടാണ്. എന്തിനാ ഇവരിങ്ങനെ പേടിക്കണേ? സംഘടന രജിസ്റ്റർ ചെയ്യുന്നത് നാട്ടിലെ സ്വാഭാവികമായിട്ടുള്ള നടപടിയല്ലേ. അതിന്റെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്തരത്തിലാണ് അറിയേണ്ടത് സ്റ്റേറ്റിന്റെ അവകാശമാണ്. അതേ ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്ക് വിറളി കൊണ്ട് ഇവര് വിറച്ചു. എന്താണ് നിങ്ങൾക്ക് ഒളിപ്പിക്കാനുള്ളത്? അത്ര കാര്യമായിട്ടൊന്നും ഒളിപ്പിക്കാനില്ലെങ്കിൽ എന്താണ് പിന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷന്റെ ഭാഗമായാലേ എന്താ പ്രശ്നം? അതിന് പകരം ഇത് നടപ്പാക്കാൻ നോക്കിയ മന്ത്രിയെ ദളിതനാണ്, നീ ആരടാ RSSനെ ചോദ്യം ചെയ്യാൻ, നീ ആരടാ, നീ ദളിതനല്ലടാ, നിനക്ക് എന്താടാ RSSനെ ചോദ്യം ചെയ്യാൻ അവകാശം എന്നൊക്കെ ചോദിച്ചാൽ എന്താ നിനക്ക് മറുപടി പറയാം? നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂ, നിങ്ങൾ സംഘടന രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞതിനാണ് ഇവർ ഈ ജാതി പറഞ്ഞത്. ഇവരെ അടിസ്ഥാനപരമായി ഇത്തരം ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന ഇതന്നെയാണ്. ഇവരെ ഭാഗമാകാൻ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും, നിങ്ങൾ ഏത് കുലത്തിൽ ഏത് ജാതിയിൽ ജനിച്ചു എന്നുള്ളത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കാര്യം ഊട്ടി ഉറപ്പിക്കുന്നതാണ് MP-യുടെ ഈ പ്രസ്താവന. വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയുടെയും പ്രവർത്തന ശൈലി ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അതിൽ ദളിതനെന്നോ ക്രൈസ്തവനെന്നോ മുസ്ലിം എന്നോ തീയന്മാരെന്നോ നായന്മാരെന്നോ വ്യത്യാസമൊന്നുമില്ല. ഈ രാജ്യത്തെ പൗരനാണോ, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണോ, അതിന്റെ പ്രവർത്തന രീതിയെ കുറിച്ച് അന്വേഷിക്കാം. അതിലെന്താണ് തെറ്റി? അത് നീ മറ്റവനല്ലടാ, നീ മറ്റു ജാതിക്കാരനല്ലടാ, നീ ആരുടെ ഞങ്ങളെ അന്വേഷിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കൂല. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. അതേസമയം കർണാടകയുടെ ഹോം മിനിസ്റ്റർ പ്രിയങ്ക് ഖാർഗെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും എത്രത്തോളം പ്രസക്തി ഉണ്ടോ നിങ്ങൾ ആലോചിക്കുക. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങളെല്ലാം അംബേദ്കറിന്റെ രക്തമാണ് എന്നാണ്. അതായത് ബാബ അംബേദ്കറിന് ഇന്നും ഈ സമൂഹത്തിൽ എന്തുമാത്രം നിലയും വിലയും ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിന് എന്തുമാത്രം പ്രസക്തി ഇന്നും ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. ഒരു യഥാർത്ഥ വിപ്ലവകാരി ജനിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്.
ചുരുക്കി പറഞ്ഞാൽ ചെന്നായ എത്ര ആട്ടിൻതോൽ അണിഞ്ഞാലും ചില അവസരങ്ങളിലൊക്കെ ഈ ആട്ടിൻതോലിന്റെ ഉള്ളിൽ നിന്ന് ചെന്നായയുടെ മുഖം വെളിവാകും, അത് ആളുകൾ തിരിച്ചറിയുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത്തരത്തിൽ സംഭവമാണ് അക്ഷരാർത്ഥത്തിൽ ഇത്തരം പ്രസ്താവനകളിലൂടെ തന്നെ പുറത്തു വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ വളരെ വിനീതമായി മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ വിട പറയും.